പെട്ടിയും കുട്ടിയൊക്കെ എന്താണെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ? വേറൊന്നും അല്ല, ഒന്ന് കാശ്മീർ വരെ പോയി വന്നു കേട്ടോ. അവിടെ തണുപ്പായതുകൊണ്ട് കുറേ തുണികളൊക്കെ ആയിട്ടാണ് വന്നത്. അതായത് പോയത് അതുപോലെ കഴുകാനായിട്ട് തിരിച്ച് പെട്ടിയിലും ബാഗിലും ഒക്കെ ആക്കി പാഴ്സലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് തരം തിരിച്ച് കഴുകാനായിട്ട് റൂമിലേക്ക് കയറ്റി വെക്കുകയാണ്. നല്ല പണിയുണ്ട്. ഒന്ന് ഭൂമിയിലെ സ്വർഗം വരെ പോയി വന്നിട്ട് തിരിച്ച് വീട്ടിൽ നല്ല പെടാപ്പാടിൻ്റെ കുറേ തുണി തന്നെ കഴുകി ഉണക്കണ്ടേ നമുക്ക്. ഇപ്പോൾ ആണെങ്കിൽ സൂര്യനും ഇല്ല. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാശ്മീർ മഞ്ഞുമലയിൽ നിന്നപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു പുട്ടും കടലയും നമ്മുടെ കഴിക്കണമെന്ന്. രാത്രിയിലാണ് വന്നത്. അപ്പം തന്നെ കടല വെള്ളത്തിട്ടിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ലഞ്ചിനാണ് നമ്മളുടെ പുട്ടും കടലയും. നമ്മുടെ കാലാവസ്ഥ ഇപ്പം പീക്ക് ടൈം ആണല്ലോ, വിന്റർ. അപ്പം വെയിലിന് പ്രതീക്ഷിക്കുകയേ വേണ്ട. വന്ന പിറ്റേന്ന് തന്നെ രാത്രിക്ക് ഓഫീസിൽ കയറിയേ പറ്റത്തുള്ളായിരുന്നു. അങ്കൂന് പിന്നെ ഓൺലൈൻ ക്ലാസ് ആട്ടോ. വിന്റർ വെക്കേഷനാ, 1-2 ആഴ്ചയെ കൂടുതൽ കാണുമെന്ന് തോന്നുന്നു. ഗവൺമെന്റിന്റെ അവധി അനുസരിച്ച് എന്തായാലും ഓൺലൈൻ ക്ലാസ് ആയിട്ടൊരു സമാധാനമുണ്ട്. ഇതൊക്കെ നമ്മുടെ കാശ്മീരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നമ്മുടെ കഴുകാനുള്ള തുണികളും സാധനങ്ങളും ഒക്കെ. വെയിലില്ലാതെ എല്ലാം എങ്ങനെ ഉണക്കിയെടുക്കുമെങ്കിലും നമുക്ക് കഴുകാതിരിക്കാൻ പറ്റത്തില്ല. ഡെയിലി വെയറിന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടയ്ക്ക് ഡൽഹി പോയപ്പോൾ ക്രിസ്മസിന്റെ ടൈം കഴിഞ്ഞപ്പോൾ ഒന്ന് പോയായിരുന്നു. അപ്പോൾ കുറേ കേക്ക്സ് വാങ്ങിച്ചു നമ്മുടെ മലയാളി കടയിൽ നിന്ന്, ലൈറ്റിന്റെ ഒക്കെ. അപ്പോൾ അത് ഇരിപ്പുണ്ടായിരുന്നു. അത് മുറിച്ചിട്ട്, ഇത് രണ്ടാമത്തെ ചായയാണ്. രാക്കെ പോകുന്നതിന് രാക്കയ്ക്ക് പറഞ്ഞിട്ട് ഞാനും കുടിച്ചു. പിന്നെ അങ്കുവിൻ്റെ പാലും കൊടുത്തു. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ദേ രാക്കെ ഇറങ്ങി. രാത്രി ഓൾമോസ്റ്റ് ഒരു 10:45-11 മണിയായപ്പോഴാണ് വന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാണ് വന്നത്. പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ദേ രാക്കെ ഇറങ്ങി. അങ്കുനി ഓൺലൈൻ ക്ലാസ്സിൽ കയറണം. സമയം 9:30 ആകാൻ പോകുന്നു. 5 ഡിഗ്രിയാണ്. തണുപ്പുമുണ്ട്, സൂര്യനും ഇല്ല. വല്ലാത്തൊരു ക്ലൈമറ്റാണ്. കാശ്മീരിലൊക്കെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഫോഗ് ഇങ്ങനെ ഇല്ലല്ലോ. നമുക്കാണ് ഫോഗ് കൂടുതൽ വരുന്നത്. അവിടെ മഞ്ഞാണ്. അപ്പോൾ ദേ എല്ലാം ഒന്ന്, വീടൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ മെയ്ഡ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തുണികളൊക്കെ ഒന്ന് ഒതുക്കണ്ടേ? ഞാൻ കാണിച്ചു തരാം എന്തോരം ഉണ്ടെന്ന്. ഓൾറെഡി ഞാൻ നനച്ചിട്ടിട്ട് പോയ തുണികൾ അവിടെ ഉണ്ടായിരുന്നു. മടക്കാൻ വീണ്ടും ഉണ്ടായിരുന്നു. കാരണം വെയിൽ വന്നിട്ട് മടക്കി വെക്കാമെന്ന് വെച്ച് ഇട്ടിരുന്ന തുണികളും പിന്നെ അല്ലാതെ കുറച്ച് തുണി കഴുകാനുള്ളതും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ തുണികളെല്ലാം നമുക്ക് കഴുകാനുള്ളതാട്ടോ. നമ്മൾ 5 ദിവസത്തെ ട്രിപ്പിനാണ് പോയത്. അതിനു വേണ്ടി ഡ്രസ്സുകൾ അകത്തകത്തൊക്കെ ഇടണ്ടേ. വീട്ടിൽ വന്നിട്ട് എന്തായാലും വീട്ടിലെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി പുറത്തുനിന്ന് കഴിക്കാൻ വയ്യ. കാരണം 5 ദിവസവും പുറത്തുനിന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫുഡും ചായയും തന്നെയല്ലേ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പുട്ടും കടലയാണ്. അത് ഞാൻ രാവിലെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ഹെവി ആയിട്ട് ദേ കടല, നമ്മുടെ വെള്ളക്കടലയാണ്. കറുത്ത കടല ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെ വെള്ളക്കടലയാണ് കുറച്ചുകൂടെ ഇഷ്ടം കേട്ടോ, കറുത്ത കടലയെക്കാട്ടി. തുണി ഇന്ന് എന്തായാലും 3 ട്രിപ്പ് കഴുകി ഇടാം, അല്ലെങ്കിൽ മെഷീനിന് ഓവർലോഡ് ആകുമല്ലോ. സൂര്യനെ പ്രതീക്ഷിക്കുന്നില്ല, നമുക്ക് കഴുകിയിട്ടേ പറ്റൂ. അകത്തും പുറത്തും ഒക്കെ ആയിട്ട് എന്തായാലും ഇടാം. സമയം 1:45. അപ്പോൾ രാത്രി 1 മണി കഴിയുമ്പോൾ ലഞ്ച് കഴിക്കാൻ വരും. അന്ന് നമ്മൾ പോകുന്നതിന് മുന്നത്തെ പാലാണ്. അത് ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു ചുവ കാണും. ഇനി ചായ ഒന്നും ഇടാൻ പറ്റത്തില്ല. അത് ഞാൻ പിരിച്ച് പനീറാക്കി വെക്കാമെന്ന് വെച്ച് ഇതേ തിളപ്പിച്ച് നാരങ്ങാനീരൊഴിച്ച് പനീറാക്കി. അങ്കു ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുകയാണ്. നമ്മുടെ പുട്ടും കടലയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. നമുക്ക് ചില സമയങ്ങളിൽ കിട്ടാത്ത സമയങ്ങൾ നമുക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ പുട്ടും കടലയൊക്കെ കഴിച്ചു. അങ്കൂനും ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ജനുവരി 15 തീയതി വരെ ഓൺലൈൻ ക്ലാസ് തന്നെ ആയിരിക്കും. അതിൽ കൂടുതൽ ഇനി നീട്ടുന്നോ ഒന്നും അറിയത്തില്ല. രാവിലെ ഒരു 9 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിട്ട് നമ്മുടെ ശർമാജിയുടെ കട വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. കുറച്ച് സാധനങ്ങൾ ഈ മാസത്തെ കംപ്ലീറ്റ് വാങ്ങാനുണ്ട്. എന്തായാലും ഞാൻ പോകുന്നത് വേറൊന്നും അല്ല, പച്ചക്കറികൾ വാങ്ങാനാട്ടോ. നമ്മുടെ ചൂട് സമയത്ത് പച്ചക്കറി അല്ല ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വെണ്ടയ്ക്ക അത് ഇതൊക്കെ ചൂട് സമയത്താണ് ഇവിടെ കൂടുതലും വരുന്നത്. ഈ തണുപ്പ് സമയമാകുമ്പോൾ വേറെ രീതിയിലുള്ള പച്ചക്കറികൾ, അത് നമ്മൾ നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാമല്ലോ വെച്ചിട്ട് ഇപ്പം എന്തായാലും വന്ന് കാണും അവിടെ ഫ്രഷ് സ്റ്റോക്ക്. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. പിന്നെ നമ്മുടെ മെയ്ഡിനോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ വെച്ചത്. കാരണം അവർ കഴിക്കുന്ന രീതിയിൽ നമുക്കും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കും അതൊരു നല്ല കാര്യമല്ലേ. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിക്കാരി ഇവിടെ കുക്കാണ് മെയിൻലി കുറേ വീടുകളിൽ. അപ്പം ഞാൻ അതും ചോദിക്കും എന്താ വെച്ചതെന്നൊക്കെ. അപ്പോൾ ഞാൻ എന്താ വെച്ചതെന്ന് ചോദിക്കുമ്പം അവർ ഇതാണ് വെച്ചത്. അപ്പം അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ, അവർ കടുകെണ്ണയിലാണ് കൂടുതൽ ഈ തണുപ്പ് സമയത്ത്, കൂടുതലെന്നല്ല അവർ കടുകെണ്ണയിലാണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ കടുകെണ്ണ ഉപയോഗിക്കത്തില്ല. എനിക്ക് കടുകെണ്ണ അത്ര ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ മണവും നമ്മുടെ വീട്ടിൽ വെക്കാൻ അത്ര സുഖമില്ലാത്ത ഒരു കാര്യമാണ് കടുകെണ്ണ. അപ്പോൾ ഞാൻ സാധാരണ റൈസ് ബ്രാൻ ഓയിൽ അതാണ്. കാരണം വെളിച്ചെണ്ണ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കുന്നത് ഭയങ്കര മെനക്കേടാണ്. പിന്നെ നെയ്യാണ്. നെയ്യിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ തണുപ്പ് കാല ഭക്ഷണ രീതികൾ. ഈ സമയത്ത് കൂടുതലും ചൂട് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് എന്തായാലും പോയി എന്തൊക്കെയാണെന്ന് നോക്കിയേച്ചും വരാം. അങ്ങനെ റെഡി ആയിട്ടുണ്ടേ, പോകാം. കടയിൽ പോയിട്ട് വരാമേ. വെയിലേ ഇല്ല ഇന്ന്. നമ്മളകത്ത് ഫുള്ള് ഹീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട്
അത്ര തണുപ്പ് ഫീൽ ചെയ്യത്തില്ല. പുറത്തിറങ്ങുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യും. ഫ്രൂട്ട് സെക്ഷനിൽ ഇതൊക്കെ കേട്ടോ, ഹണിമെലൺ, പേര്, ആപ്പിള്, ഓറഞ്ച്, കിന്നു, പഴം, പപ്പായ, മുന്തിരിങ്ങ. അതിൻ്റെ കൂടെ തന്നെ ഒരു തേങ്ങയും കൊണ്ട് വെച്ചേക്കും കേട്ടോ ഫ്രൂട്ട്സിൻ്റെ കൂടെ. പച്ചക്കറികൾ ദേ കാണിച്ചു തരാം. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് പറ്റുന്നത്, നമുക്ക് അറിയാവുന്നത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഈ സമയത്ത് ഇവിടെ പല വെറൈറ്റീസ് ഇലകൾ കിട്ടും കേട്ടോ. സാഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ കുറേ ഇലകൾ അരച്ചിട്ടുള്ളത്. നമ്മുടെ പാലക്ക് കൂടാതെ ബത്തുവ, ശരീരത്തിന് ചൂട് തരുന്ന ഈ ബത്തുവ ഇല, അത് തണുപ്പത്ത് മാത്രമേ കിട്ടത്തുള്ളൂ നമുക്കിവിടെ. അതുകൂടാതെ കടുകിൻ്റെ ഇല, മേത്തി, ഉലുവ, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും പിന്നെ എന്തൊക്കെയോ ഇലകളൊക്കെ ഇവർ അരച്ചും കുറിക്കും. പനീരും അതുപോലെ തന്നെ കോണും സോയയൊക്കെ ഇട്ട് കഴിക്കും. നമ്മൾ ആവശ്യത്തിന് സാധനം എടുത്ത് കൊടുത്തു. അല്ലാതെ ഒരു ലിസ്റ്റും ഞാൻ വാട്സാപ്പിൽ അവിടെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും സാധനങ്ങളൊക്കെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതിയത്. ജസ്റ്റ് പച്ചക്കറി ഫ്രഷായിട്ട് എടുത്തു കൊടുക്കാനാണ് ഞാൻ വന്നത് കേട്ടോ. കാരണം ഈ സമയത്ത് പച്ചക്കറി ഫ്രഷായിട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ തിരക്കും കുറവല്ലേ, ആരും കാണത്തില്ല ഈ ടൈമിൽ, അതാണ് വന്നത്. അപ്പോൾ നാളെ മുതൽ നമുക്ക് നല്ല നല്ല പോഷകമായ എന്തെങ്കിലും വെച്ച് കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ല 3-4 ദിവസമായിട്ട് പുറത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൂടുതൽ നോൺ വെജ് ആണ്. കാശ്മീരീസിന് കൂടുതൽ നോൺ വെജ് ആയിരുന്നു. നമ്മുടെ ഇവിടെ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങി. തിരിച്ച് വന്നിട്ട് 3ാമത്തെ ട്രിപ്പ് തുണിയും കഴുകി എടുത്തു. 3 ട്രിപ്പായിട്ട്. മെഷീന് ഭാരം ഒരുപാട് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുറത്ത് പിള്ളേർ നിന്ന് കളിക്കുന്ന ശബ്ദം. അപ്പോൾ നമുക്കിനി സെറ്റായിട്ട് അങ്ങ് വിരിക്കാമെന്ന് വിചാരിച്ചു. പുറത്തെ ഈ ബാൽക്കണിയിലായ, അപ്പുറത്തെ റൂം ബാൽക്കണിയിലായ, അകത്തൊരു സ്റ്റാൻഡ്, അവിടെ ഹീറ്റർ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഉണക്കിയെടുക്കാം. 4:30 കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം ഒന്ന് കുളിക്കണം. ഇനി തലയിൽ എണ്ണ തേച്ച് ഞാൻ വന്നിട്ട് കേട്ടോ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു, തലയിൽ എണ്ണ വെച്ചു. അങ്കുതേ കുളിച്ച് കുട്ടപ്പനായിട്ട് റെസ്റ്റ് ചെയ്യാം. എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് കുളിക്കണം. തുണി ഒന്ന് സെറ്റാക്കി വിരിച്ചിട്ട് കുളിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ തുണി അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വിരിച്ചു. കുറച്ച് സംഭവമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞ് ഹീറ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ വിരിച്ചു. ഒരു ബാൽക്കണിയിൽ അപ്പുറത്ത് വിരിച്ചു. ഇനി ഇപ്പുറത്തെ ബാൽക്കണിയിൽ കുറച്ച് ഹാങ്ങറും കാര്യങ്ങളൊക്കെ തൂക്കി. എന്ത് ചെയ്യും, നമുക്ക് തുണി കഴുകിയിട്ടല്ലേ പറ്റും, അല്ലെങ്കിൽ മല പോലെ കിടക്കും. ഇതൊക്കെ പിന്നെ കോട്ടും ജാക്കറ്റും ഒക്കെ അത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. വെയിൽ വരുന്ന സമയത്തൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കുറേ പണികളുണ്ട്. അപ്പം ഇതെന്തായാലും ഹീറ്ററിൻ്റെ കീഴിൽ ഉണങ്ങട്ടെ. രാത്രിയിലാകുമ്പോൾ ഫാനും കൂടെ ഇട്ട് കൊടുക്കാം. മഴക്കാലത്തെ പോലെ ഈ തണുപ്പ് കാലത്ത് സ്മെല്ല് വരത്തില്ല തുണിക്ക്. അതെന്തായാലും കാര്യമായി. ഇത് പിന്നെ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഉണക്കാന്ന് വെച്ചാൽ ഓൾറെഡി ഉണങ്ങിയ തുണികളായിരുന്നു. ഇനി അത് മടക്കി വെക്കാം. നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് കാണും കേട്ടോ, എത്ര ഉണങ്ങിയാലും തുണികൾക്ക്. അപ്പോൾ ഇതെന്തായാലും അങ്ങ് മടക്കി വെക്കാം. പിന്നെ ഇനിയും വേറെയും തുണികളുണ്ട് കഴുകാൻ. എന്തായാലും എൻ്റെ കുളി അങ്ങ് പാസ്സാക്കി. കുളി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആശ്വാസമായി കേട്ടോ. ഇനി തലമുടി ഒന്ന് ഉണക്കിയെടുക്കണം. ഇനി ഡിന്നറും ഉണ്ടാക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ഫുഡ് തന്നെയാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം പുറത്തുനിന്ന് കഴിച്ച് മടുത്തു. നമ്മുടെ സാധനങ്ങളൊക്കെ അപ്പോഴത്തേക്ക് അവരിങ്ങ് എത്തിച്ചായിരുന്നു കേട്ടോ. അതേ പച്ചക്കറികൾ, പഴങ്ങൾ, പിന്നെ നമ്മുടെ പരിപ്പ്, പയർ, കടല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തീർന്നിരുന്നായിരുന്നു. ആ സംഭവങ്ങളല്ല. എന്തായാലും പുതിയ വർഷമല്ലേ, പുതുവർഷത്തെ നമ്മുടെ ആദ്യത്തെ സാധനത്തിൻ്റെ സ്റ്റോക്ക് എല്ലാം ഇങ്ങ് എത്തിച്ചു. ഇനി അതെല്ലാം ഇട്ട് വെക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് ശരിക്കും നല്ല പണിയെടുത്തു കേട്ടോ. ഞാൻ പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞ്. അപ്പോൾ അതേ 2 ഡയറി മിൽക്ക് ഞാൻ അങ്കുന് വാങ്ങിച്ചു വെച്ചേ കേട്ടോ. അവൻ എന്തായാലും ക്ലാസ്സൊക്കെ ഓൺലൈൻ ക്ലാസ് ഉള്ള സമയത്ത് നിങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ മിഠായിയോ പിന്നെ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ക്യാരറ്റ്, മട്ടർ, ഈ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ മിൽക്ക് മെയ്ഡ്. ഞാൻ പറയില്ല, അങ്കുവിനെ കരുതിയാണ് മെയിൻലി. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തണുപ്പത്ത് പിള്ളേർ വീട്ടിൽ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. സ്കൂളിൽ പോകുമ്പം അവർക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബേരെടുത്തു. ഇത് തക്കാളി കേട്ടോ, കുറച്ചെടുത്ത് ഞാൻ പുറത്ത് വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇപ്പോൾ പുറത്ത് ഇരുന്നോളും. ഇത് കോണാണ്. ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഇട്ട് കിട്ടി. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തുള്ളൂ. ഇഞ്ചിയൊക്കെ നല്ല ഫ്രഷായിരുന്നു. വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തു. പിന്നെ ഇലവർഗ്ഗങ്ങൾ, ഇത് മൂലിന്ന് ഇവിടെ പറയും, റാഡിഷാണ് നമ്മുടെ. അതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പലതരത്തിലുള്ള ഇലകൾ, പിന്നെ നോർമലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മുടെ റൈത്ത ബൂന്തിയുടെ ന്യൂട്ടല്ല, ചന്ദനത്തിരി കഴിഞ്ഞിരുന്നായിരുന്നു. അങ്കുവിന് മാഗി ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റത്തുള്ളൂ. ബ്രെഡ്, പനീർ, തൈര്, അവന് തന്നെ ഉണ്ടാക്കാൻ പാസ്ത. പിന്നെ ഇതൊക്കെ നമ്മുടെ ലെൻറ്റിൽസാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ പയർ വർഗ്ഗങ്ങൾ. അങ്ങനെ എല്ലാം ഇട്ട് വെച്ചു. വിളക്കും കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി ഡിന്നർ ഉണ്ടാക്കണം. ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫ്രണ്ടിലെ ഈ ഒരു അലമാരി മേശയില്ലേ, അതിൻ്റെ മേശ ഇപ്പം അടയുന്നില്ല. സൈഡിൽ എന്തോ ലോക്ക് വിട്ടുപോയെന്ന് തോന്നി. ഇനി ആശാരിനെ വിളിപ്പിച്ചിട്ട് അത് റെഡിയാക്കണം. ഇങ്ങനെ തുറന്ന് കിടക്കുകയാണത്. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. കുറച്ച് ചിക്കൻ നമ്മുടെ ബോൺലെസ്സിൻ്റെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് എടുത്ത് പെരട്ടി. അതുകൂടാതെ നമ്മുടെ ഉച്ചക്കലത്തെ വെള്ളക്കടലയും ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ മതിയല്ലോ ധാരാളം. അങ്ങനെ ചപ്പാത്തി
ചുട്ടെടുത്തു. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഫുഡ്, പുറത്തെ ഫുഡ് ഇഷ്ടമില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ഫുഡ് കുറേ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ വെച്ചത് കേട്ടോ. ചിക്കനും ഓൾമോസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചു, ചപ്പാത്തിയും സെറ്റപ്പാക്കി റെഡിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നടു ഒടിഞ്ഞൊരു ദിവസമായിരുന്നു, നല്ല രീതിയിൽ പണിയെടുത്തൊരു ദിവസമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.